എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും പ്രകൃതി അതിൻ്റെ സംഹാര താണ്ഡവത്തിലൂടെ അതിൻ്റെ രൗദ്രഭാവത്തിലൂടെ മനുഷ്യൻ്റെ രക്ഷാശ്രമങ്ങളെ എല്ലാം തോൽപ്പിക്കുന്നതാണ്. ഈ കാണുന്നതാണ് ഗംഗാവാലി പുഴ. ഇവിടെ ഇപ്പോഴുള്ള ഒഴുക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് 6 നോട്ടാണ്. 6 നോട്ടെന്ന് പറയുന്നത്, ഒരു നോട്ടെന്ന് പറയുന്നത് ഏകദേശം 1.85 km/h ആണ് ഒരു നോട്ടെന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉള്ള ഇപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 10 km/h അധികമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 11 കിലോമീറ്ററിന് മുകളിലേക്ക് ഇവിടുത്തെ ഒഴുക്കിൻ്റെ ശക്തിയുണ്ട്. അതൊരു 3 നോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന NDRFിൻ്റെയും നേവിയുടെയും സംഘത്തിന് ഇങ്ങോട്ടേക്ക് ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. അത് ഇപ്പോൾ സാധ്യമല്ല. മഴ തുടരുന്നുണ്ട്. കഴിഞ്ഞ 11 ദിവസമായി ഈ മേഖലയിലെല്ലാം തന്നെ കനത്ത മഴയാണ്. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഇവിടെ അതികഠിനമായ മഴ വരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഈ പുഴയുടെ ഈ ഭാഗത്ത് മറ്റൊരു പുഴ കൂടി ചേരുന്നുണ്ട്. അങ്ങനെ വലിയൊരു കടൽ പോലെയാണ് പുഴ ഒഴുകി വരുന്നത്. ഇവിടെ ഒരു വളഞ്ഞ പ്രദേശമാണ്. ഈ വളഞ്ഞ പ്രദേശത്ത് കൃത്യമായി അടിയൊഴുക്കുമുണ്ട്. ഈ മൺതിട്ട കാണുന്ന മേഖലകൾക്ക് അടുത്തുള്ള പ്രദേശത്തെല്ലാം തന്നെ ഒരു അടിയൊഴുക്കും കാണപ്പെടുന്നുണ്ട്. ആ അടിയൊഴുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ യന്ത്രങ്ങളൊക്കെ നിരത്തിയിട്ടിരിക്കുന്ന ഈ മേഖലയിൽ വലിയ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്യുന്നതോടുകൂടി അവിടുത്തെ ഒരു ഒഴുക്ക് കുറയാൻ സാധ്യതയുണ്ട്. 50 മീറ്റർ ദൂരപരിധിയിലാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ആ 50 മീറ്റർ ദൂരപരിധിയിൽ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിന് ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ മേഖലകളിൽ NDRFും നേവിയുടെയും ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വശത്തിലൂടെയും ഈ പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴുള്ളായിരിക്കുന്ന ഈ ഒഴുക്ക് 6 നോട്ടെന്ന് പറയുന്ന ഒഴുക്ക് അതൊരു 3ലേക്കെങ്കിലും എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നേവിയുടെ ഡൈവർമാർക്ക്, മുങ്ങൽ വിദഗ്ധർക്ക് ആ ഗംഗാവാലി പുഴയിൽ ഇറങ്ങാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ഓരോ നിമിഷവും നടത്തുന്നുമുണ്ട്.